ശരീരം പോലും വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് സഭ IVF എന്നൊക്കെ പറയുമ്പോൾ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ്? അതാണ് IVF എന്നൊക്കെ പറയത്തില്ലേ, IUA എന്നൊക്കെ പറയുമ്പോൾ സഭ എന്താ അംഗീകരിക്കാത്ത കാര്യം? സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല, അവർക്ക് എങ്ങനെയും ജീവിക്കാം. 5 ഭാര്യയോ 4 ഭാര്യയോ 3 ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാൾ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, ഒരു പ്രശ്നവുമില്ല. ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. അപ്പം നിങ്ങൾ പറയും ഇത് ശരിയാണ്, ശരിയാകുമോ, ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും, കഠിനമല്ലേ? തീർച്ചയായിട്ടും കഠിനമാണ്, കഠിനമാക്കിയിരിക്കണാണ്. 6:60 എടുത്ത യോഹന്നാൻ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കാലത്ത് നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ, ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അവിടെ നിൽക്കാൻ പറ്റുമോ, ഞാൻ കാലേ പിടിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, അടുത്ത വചനം എന്താണ്? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പോകണമെങ്കിൽ പോയിക്കൊള്ളാനാണ്. കർത്താവ് പറഞ്ഞ വചനത്തിൽ മാറ്റമില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനമാണ്, അത് മാറ്റം ഉണ്ടാകത്തുമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും. 21:34 എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ 21:33. ആകാശവും ഭൂമിയും കടന്നുപോകും. പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? നിങ്ങളല്ല, ആകാശം തന്നെ പോകും. നിങ്ങളല്ല, ഭൂമി തന്നെ പോകലും. പക്ഷേ എന്ത് പോകത്തില്ല? ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല. അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവിതം നമ്മൾക്ക് സംരംഭമാകാൻ കാരണം എന്താണ്? നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുള്ള ആഴ്ചയിലെ പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. മനുഷ്യന് പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. നിത്യതയിൽ ഒത്തിരിയേറെ ഗ്രേഡുകളുണ്ട്. അതായത് ഇപ്പോൾ നിത്യതയിൽ ഇപ്പം മഹത്വത്വം, നമ്മുടെ വിഷയം എന്താണ്? മഹത്വമല്ലേ? മഹത്വമല്ലേ വിഷയം? ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപാതികമായിട്ടാണ് നമ്മൾ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത്. ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട്. 1 കൊരിന്ത്യർ 15:43-41 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി.
ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്തോസ് 15:41. സൂര്യന്റെ തേജസ് ഒന്ന് പറഞ്ഞേ. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് പോക്കൃത്തരയുടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുമ്പസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? അതാണ് ആ വിഷയം. നമുക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം എന്താണെന്നറിയാമോ? ഈ അനുതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എല്ലാവരെയും വിചാരിക്കുന്നത് എന്ത് പോക്കൃത്തരവ് കാണിക്കാം, ആരെയും പറ്റിക്കാം, ആരെയും കിഡ്നി അടിച്ചു മാറ്റാം, ആരെയും വസ്തു പങ്കിടാം, വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം, ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം, എന്തും ചെയ്യാം, ആരുടെയും അവകാശങ്ങൾ കൊടുക്കണ്ട, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം, ഗുണ്ടായസം കാണിക്കാം, എന്ത് കാണിക്കാം. അവസാനം ഒന്ന് മോങ്ങിയാൽ മതി, ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ? ഒന്ന് ഇത് തീക്കൊണ്ട് ഈ നേരം വിളിക്കത്ത് എന്താ പ്രശ്നം? അതായത് ഈശോയുടെ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനെ ഉള്ളത്, ചന്ദ്രൻ്റെ ശോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത്. പിന്നെന്താ പറയണത്? 1 കൊരിന്തോസ് 15:41 എന്താ പറയണത്? നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭയ്ക്ക് വ്യത്യാസമുണ്ട്. കരിക്കട്ട ഉണ്ടെന്നതിൻ്റെ അർത്ഥം കാണാത്ത സാധനമുണ്ട് അല്ലേ? അപ്പം ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്നതനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഭൂമി കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ്? സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം വീഴുന്നോ അത്രയും സ്ഥലം ജ്വലിച്ചിരിക്കും. ഭൂമിയുടെ നിഴലിൽ മറഞ്ഞല്ലേ, ഭൂമിയുടെ നിഴൽ മറച്ചല്ലേ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് കൊള്ളുന്നത്. അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നിഴൽ കൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പൊടി പോലെയും ഇങ്ങനെ പകുതി തുളഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നിഴൽ മാറി മൊത്തം സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോഴാണ് നമുക്ക് പൂർണ്ണചന്ദ്രൻ കിട്ടുന്നത്. ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്ന് പറയണത്. ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത വേണം മക്കളെ. അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് IELTS പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് 9ാമത്തെ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവം നിങ്ങളുടെ അസസ്മെൻറ്റ് നടക്കും. നിങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുമെന്ന്. ഈ ഉടമ്പടിയും കഴിഞ്ഞ് സാക്ഷ്യവും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശോ നോക്കും. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്ന് ദാഹിക്കണം. കർത്താവേ, ഒത്തിരി അബദ്ധങ്ങളും അപരാധങ്ങളൊക്കെ സംഭവിച്ചു, എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ. അതായത് 1 മാസം, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, 1 മാസം ഒരു ടോക്കൺ മേടിക്കണം. സ്വർഗത്തിൻ്റെ കണ്ടൻ്റുള്ള, സ്വർഗത്തിന് വേണ്ടി നിന്ന് നിലപാടെടുത്ത, സുവിശേഷത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ. നമ്മൾ തോറ്റുകൊടുത്ത, നമ്മൾ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ കൊക്കി വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധൂസാണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേരിൽ നമ്മളെ മന്ദബുദ്ധിയായിട്ട് ചാപ്പ കുത്തുകയും ചെയ്ത ഒരു ടോക്കൺ 1 മാസം നിങ്ങൾ നേടിയെടുക്കണം. ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ 1 മാസം ഒരു സാക്ഷ്യമെങ്കിലും വഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ
നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ. കണക്ക് എഴുതിയാലുള്ള ഗുണം എന്താ? കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണം? അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും, ഇല്ലേ? ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും. ഇപ്പോൾ ഒരു 20 മാർക്കിൻ്റെ ചോദ്യം, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്, പക്ഷെ അത് 20 മാർക്കും പോകത്തില്ല. എന്ത് കിട്ടും? നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും, 4 മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ. വചനവും ഇതുപോലെയാണ്. വചനം സിമ്പിളാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം നിങ്ങൾ ക്രിസ്തു വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ്, എല്ലാം മാർക്ക് കിട്ടും. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഇത് കഠിനമാണല്ലോ, ഇത് എങ്ങനെയാണ് ഞാൻ പാലിക്കണത്? എൻ്റെ മക്കളെ, എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും. കർത്താവ് എന്നോട് നേരിട്ട് പറയണ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. ഇതെനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു, അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴും കർത്താവ് എനിക്ക് തന്നതാണ്, ഇതുകൂടി പറയാൻ പറഞ്ഞു. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഇത് നിങ്ങൾ തോറ്റു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഈ പരീക്ഷ നിങ്ങൾ തോറ്റു പോകണമെന്ന് വിചാരിച്ചോ, എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം. വഴിക്ക് മാർക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ. അതുകൊണ്ടാണ് വചനപാലന ജീവിതത്തിലെ വഴിക്ക് മാർക്കുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതിന് കാരണം നിസ്സാരമാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ സഹികെട്ട് ഒരു തന്തക്ക് വിളിച്ചെന്ന് വിചാരിച്ചാരെങ്കിലും, അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതേ. അതായത് ചില കണ്ടാമൃഗങ്ങളോട് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മ നടക്കാതിരിക്കാനെങ്കിലും ചില ആൾക്കാർ വിളിച്ചു പോവില്ല. എൻ്റെ മക്കൾക്ക് വിളിച്ച് പോകണമെന്ന് വിചാരിച്ചോ, പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാവും. നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾക്ക് നല്ല ആ സമയത്ത് ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാഞ്ഞ സമയമാണ്, ഭക്ഷണം കൊണ്ട സമയമാണ്, സന്തോഷമായിരിക്കുന്ന സമയമാണ്, ക്ഷമിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം പറയണം. നമ്മുടെ പ്രാർത്ഥന എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് വചനം. നമുക്ക് ആദ്യമേ ഇവിടെ അൾത്താറ വന്നപ്പോൾ തന്ന വചനമാണ്. അല്ല ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല. ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തനം ചെല്ലാൻ ആണ്. അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ എൻ്റെ തോണ്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴെന്താ പറയണത്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ അത് മതി. രണ്ടാമത്തെ ദിവസം നിങ്ങൾ വീണ് പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താണ് വഴി? ഇതാണ് വഴിയെന്ന് പറയണത്. നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ്, അത് കൗണ്ടാവും, അത് നിങ്ങൾക്ക് ടോക്കണാകും. സ്വർഗത്തിൻ്റെ കണ്ടവന് എന്താ കാരണം കർത്താവ് പറഞ്ഞത്? ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ. കണ്ട വചനം എന്നെ വരവേണ്ടില്ലേ? ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കൗണ്ടാവുന്നതിൻ്റെ അർത്ഥം അല്ലേ? വലിയ ഉത്തരത്തിന് മാത്രമല്ല, ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത് തിന്മയെ പാപത്തെ തള്ളി കൊണ്ടുപോവുക. മാക്സിമം ചെയ്യാതെ തിന്മയെ പാപത്തെ നീക്കി ചെയ്യാതെ പറയാതെ മുന്നോട്ട് നീക്കി കൊണ്ടുപോവുക. അതിനിടയ്ക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ്. അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത, നീ സമീപനം പാലിച്ച, കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട ദിവസമാണ്. അത് ടോക്കൺ ദിവസങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്നത്, അതായത് തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്, തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളി കൊണ്ടുപോകുന്ന സമയമില്ലേ, നമ്മൾ ആരെ തള്ളണമെന്നറിയാമോ? സാത്താനാണ് പുറന്തള്ളണത്. സാത്താനെ പുറന്തള്ളുന്നത് നമുക്ക് ആയുസ് തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അല്ലേ? നമുക്ക് ആയുസ് തന്നിരിക്കുന്നത്
ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മണിക്കൂറുകൾ. അപ്പം നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളിക്കൊണ്ട് പോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡ് ആയി പോകും. നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും, സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ, ദൈവത്തിൻ്റെ മഹത്വമായി പോകും. എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും. തിന്മ ചെയ്യാതെ കൊണ്ടുപോവുകയും തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പുറന്തള്ളുന്നത് ആരെയാണ്? സാത്താനെയാണ് പുറന്തള്ളുന്നത്. സാത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താനെ പുറന്തള്ളണം എന്താ? അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത്. 10:18 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 17 തൊട്ട് എടുത്തോളാം. ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 10:17-18 തിരുവചനങ്ങൾ. ലൂക്കാ 10:17-18 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ആ തിന്മയുടെ ദിവസങ്ങളെ, തിന്മയുടെ വാക്കുകള് നമുക്ക് നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകള്, തിന്മയുടെ ചെയ്തികള് ചെയ്യാതെ പറയാതെ തള്ളി കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് നിബദിക്കുന്നു. അതിനാണ് ഈശോ പറഞ്ഞ വാക്ക് സാത്താൻ പുറന്തള്ളപ്പെടുന്നതെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിന്റെ അധികാരി എന്ന് പറയുമ്പോഴേ പണ്ട് സാത്താൻ ഈശോയോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈശോയോട് എന്നാ സാത്താൻ പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ലൂക്കാ 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താനൊരു ഫോസ്കിൽ പറഞ്ഞതാണ്. വചനത്തിനാണ് ലൂക്കാ 4:6. എന്താണ് സാത്താൻ ഈശോയോട് പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണ്, ഇത് ഞാൻ നിനക്ക് തരാം. എപ്പോഴാണ്? അവനെ ആരാധിക്കുമ്പോഴേ. അപ്പം അതിന് ഈശോ എന്താ മറുപടി പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. സാത്താനെ പുറന്തള്ളുക എന്നുള്ളതൊരു ആശയപരമായ വിഷയമല്ല, അത് പ്രായോഗികമായ നടപടിയാണ്. സാത്താനെ പുറന്തള്ളുക എന്ന് പറയുന്നത് ആശയപരമായ ഒരു സുവിശേഷമല്ല, അത് പ്രായോഗികമായ ഒരു നടപടിയാണ്. എന്താണ്? നമ്മൾ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതെ, തിന്മ പറയാൻ അവസരം ഉണ്ടായിട്ടും പറയാതെ നമ്മൾ തള്ളി കൊണ്ടുപോകുന്ന ഓരോ സമയവും നമ്മൾ ചെയ്യണത് എന്താണ്? 12:31. സാത്താൻ പുറന്തള്ളപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. സാത്താനെ പുറന്തള്ളുക എന്നുള്ളത് 12:31. സാത്താനെ പുറന്തള്ളുന്നത് ഉടമ്പടിയുടെ ഭാഗമാണ്. ഒരു ദിവസമാണ് നീ തള്ളിയെങ്കിൽ നിനക്കൊരു ടോക്കണാണ്. 2 ദിവസം തള്ളിയാൽ നിനക്ക് 2 ടോക്കണാണ്. അതായത് ഇങ്ങനെ തിന്മ ചെയ്യാൻ നമുക്ക് എല്ലാവിധ അവസരങ്ങളും ഉണ്ടായിട്ടും, തിന്മ പറയാൻ അവസരമുണ്ടായിട്ടും നമ്മൾ കർത്താവിനെ പ്രതി നമ്മൾ തള്ളി കൊണ്ടുപോവുകയാണ്. നമ്മൾ ആരുടെ തള്ളണത്? സാത്താനെ തള്ളുകയാണ്, അല്ലേ? സാത്താനെ തിന്മയെ പുറന്തള്ളണത് ആരുടെ നാമത്തിലാണ്? അപ്പോഴെന്താ സംഭവിക്കണത്?
ദൈവനാമത്തിന്റെ മഹത്വം കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചെയ്യാമായിരുന്ന കള്ളത്തരം, ചെയ്യാമായിരുന്ന തിന്മകൾ ചെയ്യാതെ ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ നമ്മൾ തള്ളി മാറ്റുമ്പോൾ സാത്താൻ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ അപ്പോൾ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു മരിയൻ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. ആത്മീയ ജീവിതത്തിലെ മരിയൻ യുദ്ധം. ദൈവം സാത്താനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഉപകരണമാണ് മരിയൻ. അത് ഉണ്ടാക്കിയതിന് ശേഷം മനസ്സിൽ അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ പടം വരച്ചിട്ടതിന് ശേഷം അതിൻ്റെ ദൈവം എന്താ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ്റെ കുതികാലിനെ നീ പരിക്കേൽപ്പിക്കും. അപ്പോൾ തന്നെ യുദ്ധം കുറിച്ചു. ദൈവം യുദ്ധം കുറിക്കണത് തിന്മയെ തള്ളാൻ, സാത്താനെ പിന്തള്ളാൻ ദൈവം യുദ്ധം കുറിക്കണത് ആരിലൂടെയാണ്? മറിയത്തിലൂടെയാണ്. മരിയൻ ഉടമ്പടി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഇക്കാലങ്ങളിലുള്ള ഏറ്റവും വലിയ ഒരു കാഹളമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മരിയൻ യുദ്ധകാഹളമാണ്. തിന്മയെ പുറന്തള്ളാനുള്ള ദൈവകൽപ്പിതമായ, ദൈവനിശ്ചയപ്രകാരമുള്ള, ദൈവ പദ്ധതി പ്രകാരമുള്ള നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഉൽപ്പത്തി 3:15 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. ഇതാണ് സംഭവം. അവൻ നിന്റെ തല തകർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മളോട് തിന്മയെ ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പറയാനുള്ള ഒരു അസഭ്യം പറയാതെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുമ്പോഴേ അത് പിന്നീട് ചിലപ്പോൾ ഇല്ലാതെ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ലെന്ന് വരും. അപ്പോഴൊക്കെ തല കറക്കണം, നമ്മളിലൂടെ തല കറക്കണത് ആരാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ തല തകർക്കുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത് അതാണ്. ആ ഉടമ്പടിയിലെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മുടെ വിശുദ്ധീകരണം തന്നെയാണ്. ഉടമ്പടി ആദ്യം വെളിപ്പെടുത്തുന്ന കാലത്ത് ദൈവം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെയാണ് അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. എൻ്റെ കയ്യിൽ തന്ന എല്ലാം അനുഗ്രഹങ്ങളാണ്. അതേസമയം വിജയകുമാരൻ്റെ കയ്യിൽ കൊടുത്ത എല്ലാം പാപങ്ങളാണ്. തമ്മിൽ കൂട്ടിവെച്ച നിമിഷങ്ങളാണ്. ഉടമ്പടിയാണ് നമ്മ പറഞ്ഞത് ആത്മാവിൻ്റെ അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് സാത്താനെ പിന്തള്ളുക. സാത്താനെ പിന്തള്ളുക എന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തി 3:15 പ്രകാരമുള്ള പിന്തള്ളലാണ്. അത് മരിയ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൻ്റെ വിജയമാണ്. കൈയ്യടിച്ച് കർത്താവ് ഇത് ഈ മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം സാത്താനെ പുറന്തള്ളുകയാണ്. സാത്താനെ പുറന്തള്ളുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അപ്പോഴെന്താ സംഭവിക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടും. ദൈവനാമം മഹത്വപ്പെടും. എന്താ സംഭവിക്കുന്നത്? അടയാളങ്ങൾ കാണും. മനസ്സിലായില്ലേ? അതാണ് 2:17 കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞതിന് ശേഷം അത് അവസാനിക്കുമ്പോൾ യോഹന്നാൻ എന്താ പറയണത്? 2:11 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ഇതൊന്നിന് പറയേണ്ടി വരും. എന്താ ഒന്നിന് പറഞ്ഞ? യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ അത്ഭുതം. അപ്പോൾ അത്ഭുതത്തിലൂടെ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് കാരണമായത് ആരാണ്? മറിയം. അപ്പം എന്താ? മറിയം യുദ്ധത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം റീക്യാപ്ചർ ചെയ്യണത്. മനസ്സിലായില്ലേ?
അതായത് ദൈവത്തിൻ്റെ യുദ്ധം, അതായത് സാത്താൻ മനുഷ്യനെ പിഴപ്പിച്ചുകൊണ്ട് മനുഷ്യപ്രകൃതിയിൽ ദൈവത്തിന് സ്ഥാനമില്ലാണ്ടാക്കിയിട്ട് സാത്താൻ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ കെടുത്തിക്കളഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ആ വലിയ വിപത്ത്, അത് പിന്തള്ളപ്പെടുന്നത് ആദ്യം തന്നെ മറിയം വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വചനത്തിൽ വിശ്വസിക്കുക വഴി ക്രിസ്തുവിനെ ഉദരത്തിൽ മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ വചനത്തെ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച് വചനത്തെ പെറ്റു വളർത്തി ലോകത്തിന് നൽകി ക്രിസ്തുവിലൂടെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ട് ലോകത്തിലെ സാത്താൻ്റെ എല്ലാ നടപടികളെയും എല്ലാ തിന്മകളെയും പുറന്തള്ളിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക വഴി തിന്മയിൽ നിന്ന് ലോകത്തെ വീണ്ടെടുത്തുകൊണ്ട് ഈ വലിയ പരിശ്രമങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ ഫലമായി ദൈവനാമം മഹത്വപ്പെടുമ്പോൾ, അതിൻ്റെ ഫലമായി അടയാളം നടക്കുമ്പോൾ ഈ ഉടമ്പടി കാണുന്ന മുഴുവനും അടയാളങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ സാത്താനെ വചനം സ്വീകരിച്ചുകൊണ്ട് അമ്മയെപ്പോലെ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കുന്ന മരിയ യുദ്ധത്തിൻ്റെ പിന്നണി പോരാളികളായി ദൈവം തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. എല്ലാവരും നിൽക്കുക. ഉടമ്പടി ഒരു മരിയ യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധ അമ്മ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ? നിനക്കും സ്ത്രീക്കും തമ്മിലും എൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും, അവൻ്റെ കൊതുകാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവികമായ പദ്ധതി നിറവേറ്റിയത് പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ, അമ്മയുടെ വചനം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആധ്യാത്മിക പരിചരണത്തിലൂടെയും ആധ്യാത്മിക ജീവിത രീതിയിലൂടെയും അനുനിമിഷം നമ്മൾ തിന്മകളുടെ ശക്തികളെ പിന്തള്ളി സാത്താനെ പിന്തള്ളി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റി അടയാളം ഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിലേക്കാണ് ദൈവം ഉടമ്പടിയിലൂടെ നമ്മൾ വിളിച്ചിരിക്കണം എന്നുള്ള സത്യാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ വെളിപ്പെടുത്തപ്പെട്ടത്. അതിൻ്റെ ആ സത്യാവസ്ഥയുടെ പ്രാർത്ഥനാ രൂപമാണ് ആദ്യമേ വെളിപ്പെട്ട് കിട്ടിയത്. കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കർത്താവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അഭിഷേകം കിട്ടുന്നവർ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ 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 നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, അച്ഛൻ അപ്പോഴേ ഓരോ രോഗങ്ങളെയും ഓരോ വ്യാധികളെയും ഓരോ ആധികളെയും നിങ്ങളെ ബലാത്കാരമായി പിടിമുറുക്കിയിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മയുടെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറന്തള്ളുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് പളത്തിച്ചുകൊണ്ടിരുന്നാക്കണം. എന്താണ്? കർത്താവേ അയാളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അച്ഛൻ എപ്പോഴാണ് പ്രാർത്ഥന നിർത്തുന്നത് അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, ആവർത്തിച്ച് പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെയും മഹത്വപ്പെടുത്തണം. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ പരിശുദ്ധമ്മ ജയമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന
അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങ് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗം തുറക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എന്നെല്ലാം കേൾക്കുന്നുവോ, എവിടെയെല്ലാം വെച്ച് കേൾക്കുന്നുവോ അപ്പോഴെല്ലാം അപ്പാ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ മക്കൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, തലയിലെ സിസ്റ്റ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ അപ്പാ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എവിടെയെല്ലാം സിസ്റ്റുകളുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം കട്ട പിടിച്ചിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം നീരായി മാറുന്നുവോ അവിടെയെല്ലാം അപ്പാ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ അമ്മ, പരിശുദ്ധമ്മ, ദേവമാതാവ്, ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അപ്പാ, ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ. വേദനയും ബന്ധം നീറുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവര്, വിവാഹം നടക്കാത്തവര്, മക്കൾ ഇല്ലാത്തവര്, അവരുടെ വേദനകളെ ഇപ്പോഴേറ്റെടുക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, സാമ്പത്തിക കടങ്ങള്, ജപ്തി നടപടികള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വിശ്വാസമില്ലാത്തവര്, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവര്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, കിടക്കാൻ ഇടമില്ലാത്തവര്, അപമാനം ഭാരത്തിൽ നിറഞ്ഞ് തലകുനിച്ച് നടക്കുന്നവര്, കേസിലായിപ്പെട്ടുള്ളവര്, ജയിലാകപ്പെട്ടവര്, പലതരത്തിലുള്ള വേദനകളിലും വിപത്തുകളിലും ശാരീരികമായ മാനസികമായ അകൽച്ചകളിൽ ജീവിക്കുന്നവര്, വിവാഹമോചനത്തിൽ ഇരിക്കുന്നവര് എല്ലാവരും അപ്പാ ശ്രദ്ധിക്കണമേ. എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികള് അപ്പാ, പലതരത്തിലുള്ള ദുശ്ശീലങ്ങള്, തിന്മകളുടെ ശക്തികള് എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ, യാത്രയിലിരിക്കുന്നവര്, പരീക്ഷക്കാര്, പരീക്ഷ എഴുതിയവര്, എഴുതാൻ പോകുന്നവര്, പഠിക്കാൻ പോകുന്നവര്, അപ്പാ എല്ലാവരുടെയും കുറവുകള് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടിയുടെ എല്ലാം എടുത്തിട്ടുള്ള എല്ലാ മക്കളുടെയും മേലെ കർത്താവപ്പാ, അവരുടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപയാൽ അവരേറ്റെടുക്കണമേ. മക്കള്, കുഞ്ഞുങ്ങള്, സംസാരിക്കാത്തവര്, ചെവി കേൾക്കാത്തവര്, നടക്കാത്തവര്, കിടപ്പ് രോഗികള്, വിശപ്പ് രോഗികള്, ആക്ടിവിസമുള്ള രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികള്, ഓട്ടിസം രോഗികള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉദര രോഗികള്, ഗർഭാശയ രോഗികള്, ഗർഭം ധരിക്കാത്തവര്, അബോർഷനായി പോകുന്നവര് അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരെയും ഏറ്റെടുക്കണമേ. എല്ലാവരും ഏറ്റെടുക്കണമേ. കടങ്ങള്, കടമ്പോളങ്ങള് അടഞ്ഞുകിടക്കുന്നവര്, വരുമാന മാർഗമില്ലാത്തവര്, തൊഴിൽ ചെയ്യാൻ വരുമാന മാർഗമില്ലാത്തവര്, പലതരത്തിലുള്ള ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവര്, തടയപ്പെട്ടിരിക്കുന്നവര് എല്ലാവരുടെ മേലും അപ്പാ നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങള്, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പോയവര്, ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഇവിടെ പുതുക്കിയവര്, ഉടമ്പടിക്ക് വരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ എല്ലാം അപ്പാ ദൈവത്തിന്റെ ശത്രുക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. Touch with the fire finger, soak with the precious blood, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless suffering, the grace and peace and power and healing in the name of Jesus Christ. അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്.
സമാപന ആശീർവാദം. കൃപാസനത്തില് നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം അനുസ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ അതുവഴി ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കൃപാസനത്തിൽ നടന്ന ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ